ഡിയർ സ്റ്റുഡൻസ്, NIOS +2 ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 13 MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മൊഡ്യൂള് 6 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓപ്ഷണൽ എയും ഓപ്ഷണൽ ബിയും വരുന്നുണ്ട്. ഇത് ഓപ്ഷണൽ എ ഭാഗത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ റോഡ് അർത്ഥശാസ്ത്ര ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആൻസർ കൗട്ടില്യയാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ 7th and 8th century വാട്ട് ഫോർ ദ നെയിം കുമാർ സ്റ്റുഡ് ഫോർ? 7-8 നൂറ്റാണ്ടുകളിൽ കുമാർ എന്ന പേര് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ റോയൽ പ്രിൻസസ്, രാജകുമാരന്മാരെയാണ് കുമാർ എന്നുള്ള പേര് സൂചിപ്പിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് മെഗസ്തനീസ് ആരായിരുന്നു? എ ഗ്രീക്ക് അംബാസിഡർ വിസിറ്റഡ് ഇന്ത്യ. ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗസ്തനീസ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് നെയിം ഓഫ് 4 പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസ് ഓഫ് ദ മൗര്യൻ ഇറ. മൗര്യ കാലഘട്ടത്തിൽ 4 പ്രവിശ്യ തലസ്ഥാനങ്ങളുടെ പേര് നൽകുക. ഒന്നാമത്തത് എ, ആൻസർ 1 ടോയ്സാലി, 2 ഉജ്ജയിനി, 3 സുവർണഗിരി, 4 തമിഴ. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്, വാട്ട് വാസ് ദ സ്ട്രെങ്ത് ഓഫ് ദ എംപയേഴ്സ് മിലിറ്ററി ആസ് പെർ മെഗസ്തനീസ്? മെഗസ്തനീസിൻ്റെ അഭിപ്രായം അനുസരിച്ച് സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി എത്രയായിരുന്നു? ആൻസർ 6 ലക്ഷം കാലാൾപ്പട ഉണ്ടായിരുന്നു. അതുപോലെ 30,000 കൺട്രി, അതുപോലെ 9,000 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിൽ ദ ബ്ലാങ്ക്സ് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ദ ഗ്രേറ്റസ്റ്റ് എംപയർ ഇൻ ദ 4th century വാസ് ഡാഷ്. 4-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സാമ്രാജ്യം ഏതായിരുന്നു? ഗുപ്ത സാമ്രാജ്യമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 7th ക്വസ്റ്റ്യൻ, ഏഴാമത്തത്, ദ തേർഡ് കിങ് ഡാഷ് ടുക്ക് ദ ടൈറ്റിൽ ഓഫ് ഡാഷ്. 3-ാമത്തെ രാജാവ് അദ്ദേഹം ഏത് പദവിയാണ് സ്വീകരിച്ചിരുന്നത്? ആരായിരുന്നു അദ്ദേഹം? 3-ാമത്തെ രാജാവ് ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. ആൻസർ ചന്ദ്രഗുപ്ത ഒന്നാമനായിരുന്നു. അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മഹാരാജാധിരാജ് എന്നുള്ള പദവിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇനി 8-ാമത്തെ ക്വസ്റ്റ്യൻ, ദ സക്സസേഴ്സ് ടു സമുദ്രഗുപ്തൻ്റെ പിൻഗാമി ആരായിരുന്നു? ചന്ദ്രഗുപ്ത രണ്ടാമനാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഫാഹിയാൻസ് കണ്ടംപററി വാസ് എ ഡാഷ്. മോങ് ട്രാവൽഡ് ഇൻ ഇന്ത്യ ആൻഡ് ലെഫ്റ്റ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ഇംപ്രഷൻ. ഫഹ്സിയാൻ അല്ലെങ്കിൽ ഫാഹിയാൻ രണ്ടും പറ്റൂട്ടോ. ഡാഷ് സമകാലീനായ ഒരു ഡാഷ് സന്യാസി ഇന്ത്യയിൽ സഞ്ചരിച്ച് തൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആരായിരുന്നു? ഒരു ബുദ്ധ സന്യാസിയായിരുന്നു. ചൈനീസ്. ഫാഹിയാൻ്റെ സ്ഥലം ഏതാണ്? രാജ്യം ചൈനയാണ്. അതുപോലെ അദ്ദേഹം ഒരു ബുദ്ധ സന്യാസിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് ചൈനീസ് എന്നും രണ്ടാമത്തെ ഫില്ലപ്പ് ചെയ്യേണ്ടത് ബുദ്ധിസ്റ്റ് എന്നുമാണ്. നെക്സ്റ്റ് വരുന്നത് 10th ക്വസ്റ്റ്യൻ, 10-ാമത്തത്, ദ ന്യൂക്ലിയസ് ഓഫ് ചോല പവർ ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് വിജയവാഡ ഇൻ ദ സെഞ്ചുറി വാസ് തഞ്ചാവൂർ. വിജയവാഡയുടെ ഭരണകാലത്ത് ചോള ശക്തിയുടെ കേന്ദ്രം തഞ്ചാവൂരായിരുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ്? ആൻസർ 9th 9-ാം നൂറ്റാണ്ടിൽ വിജയവാഡയുടെ, അതായത് ചോള ശക്തിയുടെ
ശക്തി കേന്ദ്രം ചോളരുടെ ശക്തി കേന്ദ്രം തഞ്ചാവൂരായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. രാജരാജ വൺസ് ഫസ്റ്റ് സൺ രാജേന്ദ്ര പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഹിസ് ഫാദേഴ്സ് ഗവൺമെന്റ് ഫ്രം ഡാഷ്. രാജരാജ ഒന്നാമൻ്റെ മകൻ രാജേന്ദ്രൻ ഡാഷ് മുതൽ തൻ്റെ പിതാവിൻ്റെ ഗവൺമെൻറ് പങ്കാളിയായിരുന്നു. വർഷം 1012 കാലഘട്ടം മുതൽ. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ദ ഡാഷ് സെഞ്ചുറി BC അറ്റ് ഉത്തരമേരൂർ ടെമ്പിൾ ഡിസ്ക്രൈബ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ലോക്കൽ കൗൺസിൽ. ഉത്തരമേരൂർ ക്ഷേത്രത്തിലെ ഡാഷ് നൂറ്റാണ്ടിലെ ഒരു ലിഖിതം തദ്ദേശ കൗൺസിലിൻ്റെ ഭരണഘടനകളെ വിവരിക്കുന്നുണ്ട്. ഏത് നൂറ്റാണ്ടിലെയാണ്? ആൻസർ വരുന്നത് 8 BC 8ാം നൂറ്റാണ്ടിലെ ഒരു ലിഖിതത്തിലാണ് തദ്ദേശ കൗൺസിലിൻ്റെ ഭരണഘടനകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. Which ancient Indian civilization is noted for having strong centralized authority suggested by archaeological evidence like uniform weight and measures? ഏകീകൃത തൂക്കങ്ങളും അളവുകളും പോലുള്ള പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്ന ശക്തമായ കേന്ദ്രീകൃത അധികാരമുള്ളതായി അറിയപ്പെടുന്ന പുരാതന ഇന്ത്യൻ നാഗരികത ഏതാണ്? അപ്പോൾ ഇതിൽ 3 സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഏകീകൃത തൂക്കങ്ങളുണ്ട്, അതുപോലെ ഏകീകൃത അളവുകളുണ്ട്, പിന്നെ അതുപോലെ ശക്തമായ കേന്ദ്രീകൃത അധികാരമുണ്ട്. ഇതൊക്കെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാലും ഇതടങ്ങുന്ന സംസ്കാരം ഏതാണ്? ഹാരപ്പ സംസ്കാരമാണ്. അതായത് ഇതിന് മറ്റൊരു പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടും. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈന തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് കിങ്ഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് കോൺസെപ്റ്റ്? രാജ്യത്വത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ബുദ്ധ ജൈന സിദ്ധാന്തം ഏത് ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഏതിൻ്റെയാണ്? എലക്ഷൻ ബൈ ദ പീപ്പിൾ ഡ്യൂ ടു ഡിക്ലൈൻ ഇൻ ടു ചാവോസ്, അതായത് അരാജകത്വത്തിലേക്കുള്ള അധപ്പതനം കാരണം ജനങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ്. അതിനെ മഹാസമ്മത എന്നും അറിയപ്പെടും. മഹാസമ്മത എന്ന് അറിയപ്പെടുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ വേദിക് മൊണാർക്കീസ് ദ ക്ലാൻ ചീഫ് who became the king was gradually invested with a status equal to being. വേദ രാജവാഴ്ചകളിൽ രാജാവായി മാറിയ കുലത്തലവന് ക്രമേണ ഒരു പദവി ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ഗോഡ്, ദൈവം എന്നുള്ള പദവിയാണ് ലഭിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം ജന ഡ്യൂറിങ് ദ വേദിക് ഏജ് ലേറ്റർ ഇവോൾവ്ഡ് ഇൻ ടു വാട്ട് ലാർജർ പൊളിറ്റിക്കൽ യൂണിറ്റ്? വേദയുഗത്തിലെ ജന എന്ന പദം പിന്നീട് ഏത് വലിയ രാഷ്ട്രീയ യൂണിറ്റുകളായിട്ടാണ് പരിണമിച്ചത്? ജനപദ, മഹാജനപദ. ഒന്നെങ്കിൽ ജനപദ എന്നുള്ളതായി മാറി, ഇനി വലുതായിട്ടുള്ള രാഷ്ട്രങ്ങളാണെങ്കിൽ അതിനെ മഹാജനപദ എന്നുള്ള പേരിലേക്കൊക്കെയാണ് മാറിയത്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ബൈ അറൗണ്ട് BC 500 how many territorial powers known as Mahajanapadas structured across the North Indian plains? BC 500 മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന എത്ര പ്രാദേശിക ശക്തികളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപിച്ച് കിടന്നിരുന്നത്? എത്ര ഉണ്ടായിരുന്നു? 16 ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിപ്പബ്ലിക്കൻ മഹാജനപദാസ് ദ മെയിൻ സോഴ്സ് ഫോർ ദെയർ സ്റ്റഡി ഈസ് ദ ഡാഷ്, അതായത് റിപ്പബ്ലിക്കൻ മഹാജനപദങ്ങളിൽ അവരുടെ പഠനത്തിനുള്ള പ്രധാനപ്പെട്ട ഉറവിടം ഏതായിരുന്നു? അത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്, അതായത് ബുദ്ധമത ഗ്രന്ഥങ്ങളാണ് പ്രധാനപ്പെട്ട ഉറവിടങ്ങളാക്കിയിട്ട് കണ്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആംബിഷ്യസ് കിങ് ഓഫ് മഗധ വാസ് അൾട്ടിമേറ്റ്ലി
successful against the Lichavis by showing differences among their tribes. മഗധ ഏത് അഭിലാഷമുള്ള രാജാവാണ് അവരുടെ ഗോത്രങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങൾ വിതച്ച് ലിച്ചാവികൾക്കെതിരെ ആത്യന്തികമായിട്ട് വിജയിച്ചത്? അതായത് മഗധയിലെ ഏത് രാജാവാണ് ലിച്ചാവി ഭരണകൂടത്തിനെതിരെ ശക്തമായ വിജയം നേടിയത്? അതാരായിരുന്നു? അജാത ശത്രുവായിരുന്നു. ആൻസർ അജാത ശത്രുവാണ്. അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള ഭരണം അത് മഗധയുടെ ഉയർച്ചക്ക് കാരണമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. മഗധാസ് എമർജൻസ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പവർ വാസ് എയ്ഡഡ് ബൈ ഇറ്റ്സ് കൺട്രോൾ ഓവർ കീ എക്കണോമിക് റിസോഴ്സസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിസ്റ്റഡ് ആസ് വൺ ഓഫ് ദീസ് റിസോഴ്സസ്? ഒരു പ്രധാന ശക്തിയായി മഗധ ഉയർന്നു വരുന്നതിന് പ്രധാന സാമ്പത്തിക വിഭവങ്ങളുടെ മേലുള്ള അതിൻ്റെ നിയന്ത്രണം സഹായകമായി. അത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസിൽ ഉള്ളത് ഒരു ഉയർച്ചക്കുള്ള ഒരു കാരണമായിട്ട് ഫെർട്ടൈൽ റിവർ വാലീസ് ആൻഡ് അയൺ ഓർ മൈൻസ്. അവിടുത്തെ മണ്ണ് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അതുപോലെ നദീതടങ്ങളും ഇരുമ്പയിര് ഖനികളും ഉണ്ട്. അതായത് മഗധയുടെ ഉയർച്ചക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ അവിടുത്തെ മണ്ണ് നല്ല ഫലഭൂയിഷ്ഠമുള്ള മണ്ണായിരുന്നു. പിന്നെ നദീതടങ്ങൾ, അതായത് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഇരുമ്പയിര് ധാരാളമായിട്ട് ലഭിച്ചിരുന്ന പ്രദേശമാണ്. പിന്നെ അവിടുത്തെ കാടുകളിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അജാതശത്രുവിനെ പോലെയുള്ള ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഭരണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് മഗധയുടെ ഉയർച്ചക്കുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ മൗര്യൻ എംപയർ വാസ് ഫൗണ്ടഡ് ഇൻ BC 322 ബൈ ചന്ദ്രഗുപ്ത മൗര്യ ഹു ഓവർത്രൂ ദ ഡാഷ്. മൗര്യ സാമ്രാജ്യം BC 322 ചന്ദ്രഗുപ്തൻ മൗര്യൻ സ്ഥാപിച്ചു. അദ്ദേഹം ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്? നന്ദ ഡിനസ്റ്റി, അതായത് നന്ദ രാജവംശത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ മൗര്യ എംപയേഴ്സ് മിലിറ്ററി എക്സ്പാൻഷൻ വാസ് ഡിഫിനിറ്റ്ലി എൻഡഡ് ആഫ്റ്റർ ദ കൺക്വസ്റ്റ് ഓഫ് വിച്ച് റീജൻ ബൈ അശോക ദ ഗ്രേറ്റ്. മഹാനായ അശോക രാജാവ് ഏത് പ്രദേശം കീഴടക്കിയതിന് ശേഷമാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സൈനിക വികാസം നിശ്ചിതമായിട്ടും അവസാനിപ്പിച്ചത്? അതായത് കലിംഗ സമൂഹത്തിന് അല്ലെങ്കിൽ കലിംഗ വിഭാഗത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മൗര്യ സാമ്രാജ്യത്തിൻ്റെ വികാസം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗ്രേറ്റ് ട്രേറ്റ്സ് ഓൺ എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിട്ടൺ ബൈ ചന്ദ്രഗുപ്താസ് മിനിസ്റ്റർ കൗഡില്യ? അതായത് ചാണക്യ. ചന്ദ്രഗുപ്തൻ്റെ മന്ത്രിയായിരുന്ന കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം എഴുതിയ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, ഭരണം എന്നിവയെക്കുറിച്ചുള്ള മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? അർത്ഥശാസ്ത്രം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത് ആരാണ്? ചാണക്യനാണ്, അല്ലെങ്കിൽ കൗഡില്യൻ. ഏതാണ് ഓപ്ഷൻ തന്നതെങ്കിൽ അതെഴുതാം. അതിൽ പ്രധാനമായിട്ടും സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, ഭരണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ മൗര്യൻ എംപയർ വാസ് ഓർഗനൈസ്ഡ് ഫോർമലി ഇൻ ടു 5 പാർട്സ്. വാട്ട് വാസ് ദ ഹെഡ് ഓഫ് ദ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ കോൾഡ്? മൗര്യ സാമ്രാജ്യം ഔപചാരികമായി 5 ഭാഗങ്ങളായി ക്രമീകരിച്ചു. പ്രവിശ്യാഭരണത്തിൻ്റെ തലവനെ എന്താണ് അറിയപ്പെടുന്നത്? ചോദ്യം ഇതാണ്. പ്രവിശ്യാഭരണത്തിൻ്റെ തലവൻ അറിയപ്പെടുന്നത് കുമാര, റോയൽ പ്രിൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുമാര അല്ലെങ്കിൽ രാജകുമാരൻ എന്നാണ് പ്രവിശ്യയുടെ. രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരിക്കും? രാജാവായിരിക്കും. രാജ്യത്തിനെ വ്യത്യസ്ത ഭാഗങ്ങളാക്കിയിട്ട് 4ഓ 5ഓ ഭാഗങ്ങളൊക്കെ ആയിട്ട് തിരിക്കും. അത് ഭരിക്കുന്നത് രാജാവിൻ്റെ മക്കൾ അല്ലെങ്കിൽ
രാജാവുമായി ബന്ധപ്പെട്ടവരാണ്. അവരെ പറയുന്ന പേര് കുമാര, അതായത് രാജകുമാരൻ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് 25 ക്വസ്റ്റ്യൻ. ദ പോസ്റ്റ് മൗര്യൻ സെൻട്രൽ ഏഷ്യൻ കൺഗ്രസ് ലൈക്ക് ദ കുഷാനാസ് സ്ട്രെങ്തൻ ദ ഐഡിയ ഓഫ് ദ ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്ഷിപ്പ് ബൈ കോളിംഗ് ദംസെൽസ്. കുഷാന രാജാക്കന്മാരെ പോലുള്ള രാജാക്കന്മാരായി ആ വിഭാഗം അവർ മൗര്യാനന്തര മധ്യേഷ്യൻ ജേതാക്കൾ സ്വയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു. അതായത് രാജ്യത്വത്തിൻ്റെ ദിവ്യ ഉത്ഭവത്തെക്കുറിച്ചുള്ള ആശയം അവർ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കുഷാന രാജാക്കന്മാർ അവർ ദൈവപുത്രന്മാരാണെന്ന്, ആൻസർ സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ്. അതായത് ഈ ജനങ്ങൾക്കിടയിൽ അവർക്കൊരു സ്ഥാനം, ഒരു റെസ്പെക്റ്റ്, ബഹുമാനമൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവർ ദൈവപുത്രന്മാരാണ് എന്നുള്ള ഒരു വിശേഷണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുഷാന രാജാക്കന്മാർ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രന്മാർ എന്നുള്ള ഒരു വിശേഷണം അവർ സ്വയം പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 26 ക്വസ്റ്റ്യൻ. ദ ഗുപ്ത എംപയർ വിച്ച് അൺഷേർഡ് ഇൻ ദ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ബിഗാൻ ഇൻ. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിട്ട ഗുപ്ത സാമ്രാജ്യം ഏതാണ്? അതായത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിട്ട വിഭാഗം അത് ഏതാണ്? ഗുപ്ത സാമ്രാജ്യമാണ്. ഗുപ്ത സാമ്രാജ്യം ആരംഭിക്കുന്നത് AD 320 ആൻസർ AD 320 ഗുപ്ത സാമ്രാജ്യം ആരംഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 27 ക്വസ്റ്റ്യൻ. വിച്ച് ഗുപ്ത കിങ് ടുക്ക് ദ ടൈറ്റിൽ ഓഫ് മഹാരാജാധിരാജ, അതായത് ഗ്രേറ്റ് കിങ് ഓഫ് കിങ്, ആൻഡ് സെലിബ്രേറ്റ് എ മാരേജ് അലയൻസ് വിത്ത് എ ലിച്ചാവി പ്രിൻസസ്. മഹാരാജാധിരാജ, അതായത് രാജാക്കന്മാരുടെ മഹാനായിട്ടുള്ള രാജാവ് എന്നുള്ള പദവി സ്വീകരിച്ച് ഒരു ലിച്ചാവി രാജകുമാരിയുമായി വിവാഹബന്ധം നടത്തിയ ഗുപ്ത രാജാവ് ആരാണ്? ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. അദ്ദേഹം സ്വീകരിച്ചത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചന്ദ്രഗുപ്ത 1 അദ്ദേഹം സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരെന്തായിരുന്നു? മഹാരാജാധിരാജ എന്നാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ലിച്ചാവി കുടുംബത്തിലെ രാജകുമാരിയെയാണ്. ലിച്ചാവി രാജകുമാരിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 28 ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് വില്ലേജസ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ വർ സബ്ജക്റ്റഡ് ടു ഫോഴ്സ്ഡ് ലേബർ കോൾഡ്. ഗുപ്ത കാലഘട്ടത്തിൽ മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗ്രാമീണരെ നിർബന്ധിത ജോലിക്ക് വിധേയരാക്കിയിരുന്നു. ഇതിന് പറയുന്നത് വിഷ്ടി എന്നാണ് പറയുന്നത്. അതായത് നിർബന്ധമായിട്ടും രാജാവിന് ആരെ വേണമെങ്കിലും ജോലിക്ക് വിളിക്കാം. നിർബന്ധിതമായിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ഗ്രാമീണരെയൊക്കെ നിർബന്ധിതമായിട്ട് അവർ ജോലിക്ക് വിളിക്കുന്ന ആ ഒരു രീതിയെ പറയുന്ന പേരാണ് വിഷ്ടി എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് വരുന്നത് 29 ക്വസ്റ്റ്യൻ. ദ പോസ്റ്റ് ഗുപ്ത പീരീഡ് സോ ദ സിസ്റ്റം ഓഫ് വാസലേജ് ബിക്കം പ്രിവലന്റ്. വാട്ട് വാസ് ദ ജനറൽ ഒബ്ലിഗേഷൻ ഓഫ് എ വസാൽ ടു ഹിസ് ഓവർലോഡ്. ഗുപ്താനന്തര കാലഘട്ടത്തിൽ വാസലേജ് സമ്പ്രദായം അത് പ്രബലമായിരുന്നു. ഒരു സാമന്തന്റെ പൊതു ബാധ്യത എന്തായിരുന്നു? അതായത് പേയിങ് എ ഫിക്സഡ് ട്രൈബ്യൂട്ട് ആൻഡ് സപ്ലൈങ് എ കോട്ട ഓഫ് ട്രോപ്സ്. ഒരു നിശ്ചിത കപ്പം നൽകുകയും ഒരു നിശ്ചിത സൈനിക വിഹിതം നൽകുകയും ചെയ്യുക. അതായത് വാസലേജ് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുരാജാവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട രാജാവ് കീഴടക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗുപ്ത രാജാവ് മറ്റൊരു രാജാവിനെ കീഴടക്കി കഴിഞ്ഞാൽ ആ പ്രദേശം ഈ ഒരു സാമ്രാജ്യത്തോട് ചേർക്കുന്നതിന് പകരമായിട്ട് കീഴടക്കിയ രാജാവിനെ കൊണ്ട് തന്നെ അവിടെ ഭരണം നടത്തിക്കുന്നു. പക്ഷേ അദ്ദേഹം ഈ കീഴടങ്ങിയ രാജാവുണ്ടല്ലോ, അദ്ദേഹം അതിനാണ് നമ്മൾ ഒരു സാമന്തൻ എന്നൊക്കെ പറഞ്ഞല്ലേ. ആ കീഴടങ്ങിയ രാജാവ് ഈ മുഗൾ രാജാവിന്, കീഴടക്കിയ രാജാവിന് നൽകേണ്ട നികുതി, അതിനെയാണ് കപ്പം എന്ന് പറയുന്നത്. എല്ലാ വർഷങ്ങളിലും കപ്പം എന്ന് പറയുന്ന
നികുതി നൽകണം. മാത്രമല്ല ഈ കീഴടക്കിയ രാജാവിന് സൈനിക സഹായം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ ന്യൂക്ലിയസ് ഓഫ് ചോള പവർ ഡ്യൂറിംഗ് ദ റീജൻ ഓഫ് വിജയലള ഇൻ ദ ലേറ്റ് 9th സെഞ്ചുറി. 9ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിജയലയന്റെ ഭരണകാലത്ത് ചോളശക്തിയുടെ കേന്ദ്രം ഏതായിരുന്നു? തഞ്ചാവൂർ ആണ് ആൻസർ വരുന്നത്. ചോളശക്തിയുടെ കേന്ദ്രം ഏതാണ്? ആൻസർ തഞ്ചാവൂർ. നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സ്പെഷ്യൽ ചോള ഒഫീഷ്യൽ റെസ്പോൺസിബിൾ ഫോർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ആക്യുറേറ്റ്ലി റെക്കോർഡിംഗ് ദ കിങ്സ് ഓറൽ ഓർഡേഴ്സ് ഓൺ പാം ലീഫ് മനുസ്ക്രിപ്റ്റ്സ്? രാജാവിൻ്റെ വാമൊഴിയായി കൽപ്പനകൾ താളിയോല കയ്യെഴുത്ത് പ്രതികളിൽ ഉടനടി കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് ഉത്തരവാദിയായിട്ടുള്ള പ്രത്യേക ചോള ഉദ്യോഗസ്ഥന്റെ പേരെന്തായിരുന്നു? ആൻസർ തിരുമന്ദിര ഒലൈ നായകം. അതായത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ എഴുത്തുകുത്തുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എഴുത്തുകുത്തുകൾ നടത്തുന്ന വ്യക്തി, ക്ലർക്കിന്റെ ജോലി ചെയ്തിരുന്ന ആളാരായിരുന്നു? തിരുമന്ദിര ഒലൈ നായകം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 30ാമത്തെ ചാപ്റ്റർ MCQ ക്വസ്റ്റ്യൻസ്. ഓപ്ഷണൽ എയിലെ 30ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ചാപ്റ്റർ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് റീറൈറ്റ്. ഒന്നാമത്തത്, മുഹമ്മദ് ഗോറി marched into Indus basin to uproot the Ghazwandis in 1169. 1168 ഗസ്നവിഡുകളെ പിഴുതെറിയുവാൻ വേണ്ടി മുഹമ്മദ് ഗോറി സിന്ധു നദീതടത്തിലേക്ക് മാർച്ച് ചെയ്ത വർഷം അതേതാണ്? 1186 അത് കറക്റ്റായിട്ട് സെന്റൻസ് കറക്റ്റാക്കിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 1168 അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടാണ് കൊടുത്തുള്ളത്. യഥാർത്ഥ ആൻസർ 1186 നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗോറീസ് ആമിസ് കൺകേർഡ് മുൾട്ടാൻ ഇൻ 1157, സിന്ധ് ഇൻ 1128 ആൻഡ് പർക്കവാസ് ആൻഡ് ലാഹോർ 1168. അത് ആൻസർ കറക്റ്റാക്കിയിട്ട് കൊടുക്കുമ്പോൾ 1157 ഗോറിയാണ് കേട്ടോ. ഗോറിയുടെ സൈന്യം മുൾട്ടാനും 1128 സിന്ധും പിന്നെ 1168 പാർക്കവാസും അതുപോലെ ലാഹോറും കീഴടക്കി എന്നാണ്. എന്നാൽ യഥാർത്ഥ വർഷങ്ങൾ വരുന്നത് 1157 പകരം 75 വരുന്നത്. അതുപോലെ 1128 പകരം 82, പിന്നെ 1168 പകരം 1186. അവസാനത്തെ രണ്ടക്ഷരങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആൻസർ കറക്റ്റ് അല്ലേ നോക്കണം. ഇതുപോലെ ചില ടെക്നിക്കുകളൊക്കെ എക്സാമിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൽത്തുമിഷ് must be regarded as the real consolidator of the Turkish conquest in South India. ദക്ഷിണേന്ത്യയിലെ തുർക്കി അധിനിവേശങ്ങളുടെ യഥാർത്ഥ ഏകാധിപതിയായി ഇൽത്തുമിഷിനെ കണക്കാക്കണം. അത് എവിടെയാണ്? നോർത്ത് ഇന്ത്യ. ആൻസർ വരുന്നത് നോർത്ത് ഇന്ത്യയാണ്. നോർത്ത് ഇന്ത്യയിലെ ഏകാധിപതി ആരായിരുന്നു? ഇൽത്തുമിഷാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് അത് ഇതാണ് കേട്ടോ. അതായത് ഇവിടെ സൗത്ത് ഇന്ത്യ എന്ന് കൊടുത്തുള്ളത്, പക്ഷെ ആൻസർ ഏതാ വരുന്നത്? നോർത്ത് ഇന്ത്യയിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് കറക്റ്റ് ആക്കാനുള്ളതാണ്. ആഫ്റ്റർ എ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ടു ഫാക്ഷൻ ജലാലുദ്ദീൻ ഫിറോസ് ഖൽജി അസ്യൂംഡ് ദ സുൽത്താനേറ്റ് ഇൻ 1209. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് ശേഷം ജലാലുദ്ദീൻ ഫിറോസ് ഖൽജി
1209 സുൽത്താനേറ്റ് ഏറ്റെടുത്തു. ആൻസർ വരുന്നത് 1290 അവിടെ 09 പക്ഷെ ഇവിടെ 90 കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ 1269 ജലാലുദ്ദീൻ ഖൽജി വാസ് അസാസിനേറ്റഡ് ബൈ ഹിസ് ആംബിഷ്യസ് nephew and successor അലാവുദ്ദീൻ ഖൽജി. 1269 ജലാലുദ്ദീൻ ഖൽജിയെ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ അലാവുദ്ദീൻ ഖൽജി വധിച്ചു. അത് വർഷം ഏതാണ്? 1296. ഇവിടെ കറക്റ്റ് വരുന്നത് 1296 ക്വസ്റ്റ്യനിൽ കൊടുത്തുള്ളത് 1269. അവസാനത്തെ 2 അക്ഷരങ്ങൾ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം എക്സാമിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇത് നോക്കുക കറക്റ്റ് അറിയുന്നതായിരിക്കണം കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ജലാലുദ്ദീൻ ഖൽജിയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന ആരാണ് വധിച്ചത്? അലാവുദ്ദീൻ ഖൽജിയാണ്. അപ്പോൾ ആരാ വധിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ഒന്നാമത്തത് ജലാലുദ്ദീൻ ഖൽജിയാണ്. വധിച്ച വ്യക്തി ആരാണ്? അലാവുദ്ദീൻ ഖൽജിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പൂരിപ്പിച്ചു കൊടുക്കാനാണ്. 6ാമത്തെ, ബാബർ ക്ലെയിംഡ് ഡിസെന്റ് ഫ്രം ബോത്ത് ആൻഡ് ബോത്ത്. ബാബർ അവകാശപ്പെട്ടത് 2 ആളുകളുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. ആരൊക്കെയാണ്? ഒന്നാമത്തത് തിമൂർ, രണ്ടാമത്തത് ചെങ്കിസ് ഖാൻ. തിമൂറിൻ്റെയും ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയാണ് എന്നാണ് ബാബർ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവകാശപ്പെട്ടത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഷെർഷാ സൂരി ഡെഡ് ഹുമയൂൺ കൺകേർഡ് ഡൽഹി ഇൻ ഡാഷ്. ഷെർഷാ സൂരി മരിച്ചതിന് ശേഷം ഹുമയൂൺ ഡൽഹി കീഴടക്കിയത് വർഷം ഏതാണ്? 1555. നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം 1556 ടു ഡാഷ് ഡ്യൂറിങ് ദ ഹേഡേ ഓഫ് ഇറ്റ്സ് ഫാബുലസ് വെൽത്ത് ആൻഡ് ഗ്ലോറി ദ മുഗൾ എംപയർ എ ഡാഷ് ആൻഡ് ഡാഷ് ഓർഗനൈസേഷൻ. 1556 മുതൽ ഡാഷ് വരെ അതിമനോഹരമായ സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കാലത്ത് മുഗൾ സാമ്രാജ്യം ഒരു ഡാഷ് സംഘടനയായിരുന്നു. ഇത് വർഷം വരുന്നത് ഏതാണ്? 1707 വരെ. 1707 വരെ. 1556 മുതൽ 1707 വരെ. പിന്നെ സാമ്രാജ്യം എന്തായിരുന്നു? എഫിഷ്യന്റ്, അതുപോലെ സെൻട്രലൈസ്ഡ്. ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. എഫിഷ്യന്റ് ആൻഡ് സെൻട്രലൈസ്ഡ്, കാര്യക്ഷമവും അതുപോലെ തന്നെ കേന്ദ്രീകൃതവുമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ അണ്ടർ ദ ഡാഷ് എംപയർ വാസ് ഗവേൺഡ് അണ്ടർ മുസ്ലിം ലോ ഡാഷ്. ഡാഷിന്റെ രാജാവിന്റെ ഡാഷ് സാമ്രാജ്യത്തിന് കീഴിലുള്ള ഇന്ത്യൻ മുസ്ലിം നിയമത്തിന് കീഴിലായിരുന്നു. അതായത് മുഗൾ സാമ്രാജ്യത്തിൽ ഒന്നാമത്തത് മുഗൾ എംപയർ, മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ മുസ്ലിം നിയമം അറിയപ്പെടുന്നത് എന്താണ്? ശരിയ. ശരിയ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഇസ്ലാമിക നിയമങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലോ അറിയപ്പെടുന്നത് ശരിയ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ എംപറർ എൻകറേജ്ഡ് ന്യൂ എലമെന്റ്സ് ടു ജോയിൻ ഹിസ് സർവീസ് ആൻഡ് ഡാഷ് കെയിം ടു ഫോം ആൻ ഇമ്പോർട്ടന്റ് ബ്ലോക്ക് ഓഫ് ദ മുഗൾ നോർമലി. അതായത് ചക്രവർത്തി പുതിയ ആളുകളെ തൻ്റെ സേവനത്തിൽ ചേരുവാൻ പ്രോത്സാഹിപ്പിച്ചു. മുഗൾ ഭരണത്തിൻ്റെ സാധാരണത്വത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി ഡാഷ് ഇത് മാറിയിരുന്നു. അത് ആൻസർ വരുന്നത് ഇറാനിയൻ. ആൻസർ ഏതാണ്? ഇറാനിയനാണ് വരുന്നത്. ഇറാനിയൻ്റെ ഭാഗമായിട്ട് മാറിയത്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ വരുന്നത്? അണ്ടർ ദ സുൽത്താനേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സുൽത്താൻ ദ ഓഫീസ് ഓഫ് ഡാഷ്
was there to supervise all affairs of the government. സുൽത്താന് തൊട്ടു പിന്നാലെ ഈ സുൽത്താനേറ്റിന്റെ കീഴിൽ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുവാൻ ഡാഷ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന എന്താണ്? ആൻസർ വാസിർ എന്നാണ് അറിയപ്പെടുക. അതായത് സുൽത്താന്റെ പണസംബന്ധമായിട്ടും മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു അധികാരം, അതായത് സുൽത്താന്റെ തൊട്ട് താഴെയുള്ള അധികാരം ലഭിച്ചിരുന്ന വ്യക്തിയെ വാസിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് അണ്ടർ മുഗൾ വാസ് ഡെവലപ്ഡ് ആസ് ദ ഓഫീസ് ഓഫ് ദ കളക്ഷൻ ഓഫ് റവന്യൂ ഹു റിയലൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഡാഷ്. ഡാഷ് വിഭാഗത്തിന്റെ മുഗളരുടെ കീഴിൽ സംസ്ഥാനത്തിന് വേണ്ടി സ്വരൂപിച്ച വരുമാനം ശേഖരിക്കുന്നതിനുള്ള ഓഫീസായി വികസിപ്പിച്ചെടുത്തു. അതായത് ജാഗിർ, നമ്മൾ മൻസബുദാർ ജാഗിർദാർ എന്നൊക്കെ പറയല്ലേ, ജാഗിർ ആണ്. ജാഗിർ മുഗളുടെ കീഴിൽ സംസ്ഥാനത്തിന് വേണ്ടി സ്വരൂപിച്ച ഫണ്ട്. ആൻസർ വരുന്നത് ജാഗിർ എന്നാണ്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് കോയിൻ അണ്ടർ ദ സുൽത്താനേറ്റ് ഫ്രം ഇൽത്തുമിഷ് ഓൺവാർഡ്സ് വാസ് ദ സിൽവർ തങ്ക വെയ്റ്റ് ഇൻ ഡാഷ് ഗ്രെയിൻസ്. ഇൽത്തുമിഷിന്റെ കാലഘട്ടം മുതൽ സുൽത്താന്റെ കീഴിലുള്ള സ്റ്റാൻഡേർഡ് നാണയം ഡാഷ് ധാന്യങ്ങൾക്ക് തൂക്കമുള്ള വെള്ളി തങ്ക ആയിരുന്നു. അതിൻ്റെ ഗ്രാം അത് എത്രയായിരുന്നു? 175. വെയിറ്റ് കണക്കാക്കുന്നത് എത്രയാണ്? ആൻസർ 175 നാണയം ധാന്യങ്ങൾക്ക് തൂക്കമുള്ള വെള്ളിക്ക് സമമായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിക്ലൈൻ ഓഫ് വിച്ച് സ്റ്റേറ്റ് ലീഡ് ടു ദ ഡീസെൻട്രലൈസേഷൻ ആൻഡ് റൈസ് ഓഫ് വേരിയസ് റീജിയണൽ സ്റ്റേറ്റ് ഇൻ ദ ഇന്ത്യൻ പൊളിറ്റി. ഏത് സംസ്ഥാനത്തിൻ്റെ തകർച്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ പ്രാദേശിക സംസ്ഥാനങ്ങളുടെ വികേന്ദ്രീകരണത്തിനും ഉയർച്ചയ്ക്കും കാരണമായത്? ആൻസർ ഗുപ്ത സ്റ്റേറ്റ്. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് 3 റീജിയണൽ പവേഴ്സ് വർ ഇൻവോൾവ്ഡ് ദ ട്രിപ്രൈറ്റ് സ്ട്രഗിൾ. ത്രികക്ഷി പോരാട്ടത്തിൽ ഉൾപ്പെട്ട 3 പ്രാദേശിക ശക്തികൾ ഏതൊക്കെയാണ്? ആൻസർ പാലാസ്, പ്രതിഹാരൻസ്, അതുപോലെ രാഷ്ട്രകൂടകാസ്. പാലകൾ, പ്രതിഹാരന്മാർ, രാഷ്ട്രകൂടകന്മാരാണ്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡൽഹി സുൽത്താനേറ്റ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദ വിക്ടറീസ് ഓഫ് വിച്ച് റൂൾസ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഉത്ഭവം ഏത് ഭരണാധികാരിയുടെ വിജയത്തിൽ നിന്നാണ്? ആൻസർ മുഹമ്മദ് ഗോറി. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. മുഹമ്മദ് ഗോറീസ് ഫൈനലി ഡിഫീറ്റഡ് ദ രജപുത് കിങ്സ് പൃഥ്വിരാജ് ചൗഹാൻ ഇൻ വിച്ച് ഇയർ. മുഹമ്മദ് ഗോറി ഒടുവിൽ രജപുത്ര രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ ഏതു വർഷത്തിലാണ് പരാജയപ്പെടുത്തിയത്? ആൻസർ 1192. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഗോറീസ് ജനറൽ ഫൈനലി ഡിഫീറ്റഡ് ലക്ഷ്മണസേന ഇൻ ബംഗാൾ അറൌണ്ട് 1200. 1200 ബംഗാളിൽ ലക്ഷ്മണസേനയെ പരാജയപ്പെടുത്തിയ ഗൗരി ജനറൽ ആരായിരുന്നു? ആൻസർ ബക്തിയാർ ഖൽജി ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ട്രസ്റ്റഡ് മാംലൂക്സ് എക്സ് സ്ലേവ് ജനറൽ ഓഫ് മുഹമ്മദ് ഗോറി ഹു ഡിക്ലെയർഡ് ഇൻഡിപെൻഡന്റ് റൂൾ ആൻഡ് ഫൗണ്ടഡ് ദ ഫസ്റ്റ് ഡിനസ്റ്റി ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. സ്വതന്ത്ര ഭരണം പ്രഖ്യാപിക്കുകയും ഡൽഹി സുൽത്താനേറ്റിന്റെ ആദ്യ രാജവംശം സ്ഥാപിക്കുകയും ചെയ്ത മുഹമ്മദ് ഗോറിയുടെ വിശ്വസ്തനായ മംലൂക്ക്, അതായത് മുൻ അടിമയായിരുന്നു വിശ്വസ്തനായ മംലൂക്ക് ജനറൽ ആരായിരുന്നു? ആൻസർ കുത്തുബുദ്ദീൻ ഐബക്ക്. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഈസ് റിഗാർഡഡ് ആസ് ദ റിയൽ കൺസോളിഡേറ്റർ ഓഫ് ദ തുർക്കിഷ് കൺക്വിസ്റ്റ് ഇൻ നോർത്ത് ഇന്ത്യ, ഗിവൻ ദ ന്യൂ സ്റ്റേറ്റ് എ മൊണാർക്കിയൽ ഗവൺമെന്റ് ആൻഡ് ഗവേണിംഗ് ക്ലാസ്.
വടക്കേ ഇന്ത്യയിലെ തുർക്കി ആക്രമണങ്ങളുടെ യഥാർത്ഥ ഏകീകരണക്കാരനായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? അദ്ദേഹം തന്നെ പുതിയ സംസ്ഥാനത്തിന് ഒരു രാജവാഴ്ചയുള്ള സർക്കാരും ഭരണവർഗവും നൽകിയത് ആരാണ്? ആൻസർ വരുന്നത് ഇൽത്തുമിഷാണ്. നെക്സ്റ്റ് വരുന്നത് 21, 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഗ്രാന്റ് ഓഫ് റവന്യൂ ഫ്രം എ ടെറിട്ടറി ഇൻ ലിeu ഓഫ് സാലറി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൽത്തുമിഷ്? ഇൽത്തുമിഷ് അവതരിപ്പിച്ച ശമ്പളത്തിന് പകരമായി ഒരു പ്രദേശത്ത് നിന്ന് വരുമാനം അത് അനുവദിച്ചതിൻ്റെ പേരെന്താണ്? ആൻസർ വരുന്നത് ഇക്ത. അങ്ങനെ നൽകുന്ന ഭൂമിയെ പറയുന്ന പേര് ഇക്ത ഭൂമി എന്നാണ്, ഇക്ത ലാൻഡ് എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് 22, 22ാമത്തെ ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വേർ ദ നെയിംസ് ഓഫ് ദ സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൽത്തുമിഷ്? ഇൽത്തുമിഷ് അവതരിപ്പിച്ച വെള്ളി, ചെമ്പ്, സ്വർണ്ണ നാണയങ്ങളുടെ പേരുകൾ എന്തായിരുന്നു? വെള്ളിയെ അറിയപ്പെടുന്നത് സിൽവർ, തങ്ക എന്നറിയപ്പെടുന്നു. കോപ്പർ, ചെമ്പ്, ജിദാല് എന്നുമാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് 23, 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫേമസ് മോൺമെന്റ് വാസ് കംപ്ലീറ്റഡ് ഡ്യൂറിങ് ദ റീജൻ ഓഫ് ഇൽത്തുമിഷ്? ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് പൂർത്തിയാക്കിയ പ്രശസ്തമായ സ്മാരകം ഏതാണ്? ആൻസർ കുത്തബ് മിനാറാണ്. നെക്സ്റ്റ് വരുന്നത് 24, 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ പൊളിറ്റിക്കൽ ഫാക്ഷൻ ഓഫ് ഇൽത്തുമിഷ് പെർ പേഴ്സണൽ സ്ലേവ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ടാലന്റ് ആൻഡ് ലോയൽറ്റി ടു ഹിസ് ഫാമിലി വാസ് നോൺ ആസ്? കഴിവും കുടുംബത്തോടുമുള്ള വിശ്വസ്തതയും കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഇൽത്തുമിഷിന്റെ സ്വകാര്യ അടിമകളുടെ, അതായത് രാഷ്ട്രീയ വിഭാഗത്തിന് അറിയപ്പെടുന്നത്, അതായത് 40 ആളുകൾ ചേർന്ന ആ വിഭാഗത്തിന് അറിയപ്പെടുന്നത് 40, അതായത് ചിഗിൽഖാൻ, 40 അല്ലെങ്കിൽ ചിഗിൽഖാൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 25, 25ാമത്തെ ക്വസ്റ്റ്യൻ. ഹു സ്ട്രെസ്ഡ് ദ സ്പെഷ്യൽ പൊസിഷൻ ഓഫ് ദ സുൽത്താൻ യെസ് ഷാഡോ ഓഫ് ഗോഡ് സിൽ അൽ അല്ല ഓൺ എർത്ത് ആൻഡ് എംഫസൈസ് കോർട്ടി സ്പ്ലൻഡർ ആൻഡ് എറ്റിക്റ്റ്? ഭൂമിയിൽ സുൽത്താൻ്റെ ദൈവത്തിൻ്റെ നിഴൽ, അതായത് സിൽ അൽ അല്ല എന്ന പ്രത്യേക സ്ഥാനം ഊന്നി പറയുകയും രാജകീയ മഹത്വത്തിൻ്റെ മര്യാദകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്ന രാജാവ് ആരായിരുന്നു? ആൻസർ ഗിയാസുദ്ദീൻ ബാൽബനാണ്. ആൻസർ ഗിയാസുദ്ദീൻ ബാൽബനാണ്. നെക്സ്റ്റ് വരുന്നത് 26, 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗൽജീസ് അസ്യൂംഡ് ദ സുൽത്താനേറ്റ് ഇൻ വിച്ച് ഇയർ? ഗൽജികൾ സുൽത്താനേറ്റ് ഏറ്റെടുത്ത വർഷം ഏതാണ്? ആൻസർ 1290. നെക്സ്റ്റ് വരുന്നത് 27, 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഗൽജീസ് റൂളർ വാസ് ദ ഫസ്റ്റ് ടു പുട്ട് ഫോർവേഡ് ദ വ്യൂ ദാറ്റ് the state should be based on the willing support of the governed, and since the majority of Indians were Hindus, the state cannot be truly Islamic? ഭരണകൂടത്തിൻ്റെ മനസ്സോടെയുള്ള പിന്തുണയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം സംസ്ഥാനം എന്നും ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായതിനാൽ സംസ്ഥാനം യഥാർത്ഥത്തിൽ ഇസ്ലാമാകാൻ കഴിയില്ല എന്നുമുള്ള കാഴ്ചപ്പാട്, സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ഇസ്ലാമാകാൻ കഴിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ച ഭരണാധികാരി ആരാണ്? ആൻസർ ജലാലുദ്ദീൻ ഫിറോസ് ഗൽജിയാണ്. നെക്സ്റ്റ് വരുന്നത് 28, 28ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ 2 പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് അലാവുദ്ദീൻ ഗൽജീസ് റൂൾ necessary for maintaining a large standing army and ensuring supply at low prices? ഒരു വലിയ സൈന്യത്തെ നിലനിർത്തുന്നതിന്, കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണത്തിൻ്റെ 2 പ്രധാന സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? വരുന്നത് ആൻസർ ഒന്നാമത്തത് സെൻട്രലൈസേഷൻ, ഒന്നാമത്തത് കേന്ദ്രീകൃതമാണ്. രണ്ടാമത്തത് ആൻഡ് ഹെവി അഗ്രൈൻ ടാക്സേഷൻ, കനത്ത കാർഷിക നികുതി. നെക്സ്റ്റ് വരുന്നത് 29, 29ാമത്തെ ക്വസ്റ്റ്യൻ.
ഹു അസെൻഡഡ് ദ ത്രോൺ as Ghiyasuddin Tughlaq after defeating and slaying Kush, Khusro Khan. ഖുസ്രോഖാനെ പരാജയപ്പെടുത്തി വധിച്ച ശേഷം ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന പേരിൽ ആരാണ് സിംഹാസനത്തിൽ കയറിയത്? ആൻസർ ഗാസി മാലിക്കാണ്. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ റീജൻ ഓഫ് വിച്ച് തുഗ്ലക് റൂളർ മാർക്ക്ഡ് ബോത്ത് ദ ഹൈ പോയിന്റ് ഓഫ് ദ സുൽത്താനേറ്റ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഇറ്റ്സ് ഡിക്ലൈൻ. ഏത് തുഗ്ലക് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് സുൽത്താനേറ്റിന്റെ ഉന്നതിയും അതിൻ്റെ പതനത്തിന്റെ തുടക്കവും അടയാളപ്പെടുത്തിയത്? ആൻസർ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇവന്റ് കോസ്ഡ് ദ തുഗ്ലക് ഡിനസ്റ്റി ടു എൻഡ് സൂൺ ആഫ്റ്റർ. തുഗ്ലക് വംശം ഉടൻ അവസാനിക്കുവാൻ കാരണമായ സംഭവം എന്താണ്? ആൻസർ തിമൂസ് ഇൻവാഷൻ, തിമൂറിന്റെ ആക്രമണമാണ്. നെക്സ്റ്റ് വരുന്നത് 32ാമത്തെ ക്വസ്റ്റ്യൻ. തിമൂർസ് നോമിനി ഇൻ ഡൽഹി വാസ് പ്രൊക്ലെയിംഡ് ദ ന്യൂ സുൽത്താൻ ആൻഡ് ദ ഫസ്റ്റ് ഓഫ് വിച്ച് ഡിനസ്റ്റി. ഡൽഹിയിലെ തിമൂറിന്റെ നോമിനിയെ പുതിയ സുൽത്താനും ഏത് രാജവംശത്തിലെ ആളുമായിട്ടാണ് പ്രഖ്യാപിച്ചത്? സയ്യിദ്. ആൻസർ സയ്യിദ് ഡിനസ്റ്റി, സയ്യിദ് രാജവംശം. നെക്സ്റ്റ് വരുന്നത് 33ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഡിനസ്റ്റി ഓഫ് പ്യുവർ അഫ്ഗാൻ ഒറിജിൻ ടുക്ക് ഓവർ ഫ്രം ദ സയ്യിദ് ബിഗിനിങ് ആസ് എക്ലബ്സ് ടു ദ തുർക്കിഷ് നോബിലിറ്റി. ശുദ്ധമായ അഫ്ഗാൻ വംശജനായ ഏതു വംശമാണ് സയ്യിദുകളിൽ നിന്ന് അധികാരം ഏറ്റെടുത്തത് ശേഷം തുർക്കി പ്രഭുക്കന്മാരെ കൊണ്ടുവന്നത്? അതായത് സയ്യിദ് വംശങ്ങളെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആൻസർ ലോധീസ്, ലോധി വംശമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 34ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സുൽത്താൻ നോമിനേറ്റഡ് ഹിസ് ഡോട്ടർ റസിയ ടു ബി ഹിസ് സക്സേഴ്സ്. തൻ്റെ പിൻഗാമിയായ മകൾ റസിയയെ തൻ്റെ മകളായിരുന്ന റസിയയെ തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്ത സുൽത്താൻ ആരാണ്? ആൻസർ ഇൽത്തുമിഷ് ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 35ാമത്തെ ക്വസ്റ്റ്യൻ. ബാബർ എസ്റ്റാബ്ലിഷ് ദ മുഗൾ ഡിനസ്റ്റി ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ. ബാബർ ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിച്ച വർഷം ഏതാണ്? ആൻസർ 1526. നെക്സ്റ്റ് 36ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ഹൂം ഡിഡ് ബാബർ ക്ലെയിം ഡിസെൻഡ്. ബാബർ ആരിൽ നിന്നാണ് വംശപരമ്പര അവകാശപ്പെട്ടത്? തിമൂർ ആൻഡ് ചെങ്കിസ് ഖാൻ. ആൻസർ തിമൂറിൻ്റെയും ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിട്ടാണ് ബാബർ അവകാശപ്പെട്ടത്. നെക്സ്റ്റ് വരുന്നത് 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് അഫ്ഗാൻ സോൾജേഴ്സ് ഡിഫീറ്റഡ് ബാബേഴ്സ് സൺ ഹുമയൂൺ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ സൂർ ഡിനസ്റ്റി. ബാബറിന്റെ മകൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ സൂർ രാജവംശം സ്ഥാപിച്ച അഫ്ഗാൻ പട്ടാളക്കാരൻ ആരായിരുന്നു? ആൻസർ ഷേർഷാ. നെക്സ്റ്റ് വരുന്നത് 38ാമത്തെ ക്വസ്റ്റ്യൻ. ദ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നവേഷൻ ആൻഡ് ട്രങ്ക് റോഡ് ഫ്രം ബംഗാൾ ടു പഞ്ചാബ് വെർ ലാസ്റ്റിംഗ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് വിച്ച് ഡിനസ്റ്റി. ഭരണപരമായ നവീകരണവും ബംഗാളിൽ നിന്ന് പഞ്ചാബിലേക്കുമുള്ള ഒരു ട്രങ്ക് റോഡ് ഏത് രാജവംശത്തിന്റെ നേട്ടമായിരുന്നു? ആൻസർ സൂർ ഡിനസ്റ്റി. നെക്സ്റ്റ് വരുന്നത് 39ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഓൾഡ് വാസ് അക്ബർ വെൻ ഹി അസെൻഡഡ് ദ ത്രോൺ അണ്ടർ ഹിസ് റീജന്റ് ബൈറാം ഖാൻ. തൻ്റെ റീജന്റ് ആയിരുന്ന ബൈറാം ഖാന്റെ കീഴിൽ അക്ബർ സിംഹാസനത്തിൽ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു? 13 വയസ്സായിരുന്നു. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അദ്ദേഹത്തിന്റെ റീജന്റ്, അതായത് അദ്ദേഹത്തിന്റെ രക്ഷാധികാരി അല്ലെങ്കിൽ ആരുടെ കീഴിലാണ് അക്ബർ ഉണ്ടായിരുന്നത്? ബൈറാം ഖാന്റെ കീഴിലാണ് അക്ബർ ഉണ്ടായിരുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നത് 40 ക്വസ്റ്റ്യൻ. അക്ബർ റൂൾഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ്? അക്ബർ എത്ര വർഷം ഭരിച്ചു? 50 ഇയേഴ്സ്, 50 വർഷം. അതായത് 1556 മുതൽ 1605 വരെയുള്ള കാലഘട്ടത്തിലാണ് അക്ബർ ഭരണം നടത്തിയത്. നെക്സ്റ്റ് വരുന്നത് 41 ക്വസ്റ്റ്യൻ. ദ പീരീഡ് ഫ്രം 1556 ടു 1707 ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഹേഡ് of the Mughal empires, fabulous wealthly and glory, ending with the death of which emperor? 1556 മുതൽ 1707 വരെയുള്ള കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തനായിട്ടുള്ള അതിശയകരമായിട്ടുള്ള സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രതാപകാലമായി വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ് ഭരണം നടത്തിയിരുന്നത്? അതുപോലെ ആ ഒരു ചക്രവർത്തിയുടെ മരണത്തോടു കൂടെ ഇതെല്ലാം അവസാനിക്കുകയും ചെയ്തു. ഈ രാജാവ് ആരാണ്? ഔറംഗസീബ്. 1556 മുതൽ 1707 വരെ ഭരണം നടത്തിയിരുന്ന ചക്രവർത്തി. ആൻസർ ഔറംഗസേബാണ്. നെക്സ്റ്റ് വരുന്നത് 47 ക്വസ്റ്റ്യൻ. വാട്ട് പേഴ്ഷ്യൻ ടൈറ്റിൽ ഡിഡ് ദ മുഗൾ എംപയേഴ്സ് അഡോപ്റ്റ് ടു symbolically lift themselves above Turkish, Afghans and other sultan? തുർക്കികൾ, അഫ്ഗാൻമാർ, മറ്റ് സുൽത്താൻമാർ എന്നിവരെക്കാൾ പ്രതീകാത്മകമായി തങ്ങളെ തന്നെ ഉയർത്തുവാൻ മുഗൾ ചക്രവർത്തിമാർ സ്വീകരിച്ചിരുന്ന പേർഷ്യൻ പദവി ഏതായിരുന്നു? ആൻസർ പാദ്ഷാ എന്നായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 43 ക്വസ്റ്റ്യൻ. മുഗൾ കൾച്ചർ ബ്ലെൻഡഡ് വിച്ച് ടു മെയിൻ എലമെൻറ്റ്സ് ഇൻ ടു എ ഡിസ്റ്റിങ്ക്റ്റീവ് ഹോൾ? മുഗൾ സംസ്കാരം പ്രധാന ഘടകങ്ങളെ ഒരു വ്യതിരിക്തമായ മൊത്തത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് പേഴ്സോ ഇസ്ലാമിക്, അതായത് പേർഷ്യ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് റീജിയണൽ ഇന്ത്യൻ എലമെൻറ്റ്സ്, പ്രാദേശിക ഇന്ത്യൻ ഘടകങ്ങളും. അപ്പോൾ ഇതിനെയൊക്കെ മൊത്തത്തിൽ ഒരുമിച്ച് കൊണ്ടുപോയത് മുഗൾ രാജവംശമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 44 ക്വസ്റ്റ്യൻ. അണ്ടർ ദ സുൽത്താൻ ഓഫ് ഡൽഹി വിച്ച് ജൂറിഡിക്കൽ ഹെഡ്സ് സോവറൻറ്റി വാസ് അക്നോളജ്ഡ് ആൻഡ് ദർ കിങ്ഡം കൺസിഡേർഡ് എ പാർട്ട് ഓഫ് ദാറുൽ ഇസ്ലാം? ഡൽഹി സുൽത്താൻമാരുടെ കീഴിൽ ആരുടെ നിയമ മേധാവിയുടെ പരമാധികാരം അംഗീകരിക്കപ്പെട്ടു? അവരുടെ രാജ്യം ദാറുൽ ഇസ്ലാമിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാരുടേതായിരുന്നു? ഖലീഫ ഓഫ് ബഗ്ദാദ്, ബഗ്ദാദിലെ ഖലീഫയുടേതായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 45 ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് അക്ബേഴ്സ് ഗവൺമെൻറ് ആസ് ഓപ്പോസ്ഡ് ടു ദ ഡൽഹി സുൽത്താനേറ്റ്? പ്രൈമർലി മിലിറ്ററിസ്റ്റിക് ആൻഡ് അരിസ്റ്റോക്രാറ്റിക് നേച്ചർ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രാഥമികമായി സൈനികപരവും പ്രഭുത്വപരവുമായ സ്വഭാവത്തിന് വിരുദ്ധമായി അക്ബറിൻ്റെ സർക്കാരിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തായിരുന്നു? അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അക്ബർ ഒന്നാമത്തത് ടോളറേഷൻ, അദ്ദേഹം ഒരു സഹിഷ്ണുതനായിരുന്നു. അതുപോലെ കൈൻഡ്നെസ്, ദയുള്ള ആളായിരുന്നു. അതായത് ഈ മുഗൾ ചക്രവർത്തിമാരിൽ മറ്റുള്ള രാജാക്കന്മാരെക്കാൾ ഒരു വ്യത്യസ്തനായിരുന്നു അക്ബർ. എല്ലാ മതത്തിനെ ഉൾക്കൊള്ളുവാനും എല്ലാ മതവിഭാഗത്തിലെ എല്ലാ ആളുകളെയും ഒന്നിച്ച് കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് അക്ബർ ചക്രവർത്തി നടത്തിയിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 46 ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് പീസ് വിത്ത് ഓൾ that Akbar based his state on is known by which term? അക്ബർ തൻ്റെ ഭരണകൂടത്തെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാവരുമായും സമാധാനം എന്ന തത്വം ഏത് പദത്തിലാണ് അറിയപ്പെട്ടിരുന്നത്? സുൽഹി കുൽ. ആൻസർ സുൽഹി കുൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ഈ ചേരുമ്പടിയൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമല്ലോ, അതിലും ഒരു ഭാഗത്ത് അക്ബർ എന്നും
മറ്റ് ബി സൈഡിൽ സുൽഹി കുൽ എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അക്ബർ കൊണ്ടുവന്ന എല്ലാവരുമായിട്ടും സമാധാനം എന്നുള്ള തത്വം മുന്നോട്ട് വച്ചിരുന്ന ഈ ഒരു തത്വത്തിനെ സുൽഹി കുൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 47. വാട്ട് വാസ് ദ മുഗൾ ടൈറ്റിൽ ഫോർ ദ പ്രൈം മിനിസ്റ്റർ വിച്ച് വാസ് ലേറ്റർ സിനോമിനസ് വിത്ത് വാസിർ ഓർ ദിവാൻ? പ്രധാനമന്ത്രിയുടെ മുഗൾ പദവി എന്തായിരുന്നു? അത് പിന്നീട് വസീർ അല്ലെങ്കിൽ ദിവാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതായി മാറി. അതേതായിരുന്നു? വക്കീൽ എന്നാണ് അറിയപ്പെടുന്നത്. വക്കീൽ അല്ലെങ്കിൽ വക്കീൽ. നെക്സ്റ്റ് വരുന്നത് 48. ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ടേം ഫോർ ദ റവന്യൂ അസൈൻമെന്റ് സിസ്റ്റം അണ്ടർ ദ മുഗൾസ് വിച്ച് വാസ് ജനറലി നോൺ ഹെറിഡിറ്ററി ആൻഡ് ട്രാൻസ്ഫറബിൾ സിമിലർ ടു ഇക്ത ഓഫ് ദ സുൽത്താനേറ്റ്? മുഗളന്മാരുടെ കീഴിലുള്ള റവന്യൂ അസൈൻമെന്റ് സമ്പ്രദായത്തിൽ സുൽത്താനേറ്റിന്റെ ഇക്തക്ക് സമാനമായി പാരമ്പര്യമായി ലഭിക്കാത്തതും എന്നാൽ കൈമാറ്റം ചെയ്യാവുന്നതുമായിരുന്ന ഭൂമി അതിനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ജാഗിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 49. ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം ഓഫ് ടാക്സേഷൻ അണ്ടർ ദ സുൽത്താനേറ്റ് ഇൻക്ലൂഡ്സ് വിച്ച് ടാക്സ് ലേവിഡ് അപ്പോൺ അഡൽട്ട് നോൺ മുസ്ലിം മെയിൽസ് ഇൻ ലിeu ഓഫ് മിലിറ്ററി സർവീസ്? സുൽത്താനേറ്റിന് കീഴിലുള്ള നികുതി സമ്പ്രദായത്തിൽ സൈനിക സേവനത്തിന് പകരമായി പ്രായപൂർത്തിയായ അമുസ്ലിം പുരുഷന്മാരിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതി ഏതായിരുന്നു? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സുൽത്താന്റെ കാലഘട്ടത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതി ജസിയ ആയിരുന്നു. ആൻസർ ജസിയ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 50. ക്വസ്റ്റ്യൻ. വിച്ച് ഫൈനലി മെത്തേഡ് ഓഫ് റവന്യൂ സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ വാസ് ബേസ്ഡ് അപ്പോൺ ദ ആവറേജ് ആനുവൽ yield ഓഫ് ദ പ്രീവിയസ് 10 year ഫ്രം എ പർട്ടിക്കുലർ ഫീൽഡ്? ഒരു പ്രത്യേക മേഖലയിൽ നിന്നുള്ള കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി വാർഷിക വരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അക്ബർ ഇതിൻ്റെ വരുമാന രീതി തീർപ്പാക്കിയിരുന്നത്. ആ രീതിയെ അറിയപ്പെടുന്നത് ഐൻ ഇ ദഹ്ല. ആൻസർ ഐൻ ഇ ദഹ്ല ഐൻ ഇ ദഹ്സല ഐൻ ഇ ദഹ്സല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് 51. 51. ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മിലിറ്ററി റിഫോം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അലാവുദ്ദീൻ ഖൽജി വിച്ച് ഇൻവോൾവ്ഡ് മാർക്കിംഗ് ദ ഹോഴ്സസ് ടു പ്രിവെന്റ് ഫ്രോഡ്? തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി കുതിരകളെ അടയാളപ്പെടുത്തുന്നത് ഉൾപ്പെട്ടിരുന്ന അലാവുദ്ദീൻ ഖൽജി അവതരിപ്പിച്ച സൈനിക പരിഷ്കരണം എന്തായിരുന്നു? അതിൻ്റെ ആൻസർ വന്നത് ബ്രാൻഡിങ് സിസ്റ്റം. ടാഗ്, അതായത് സൈനിക ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ കൂടെയുള്ള കുതിരകൾക്ക് പ്രത്യേകമായുള്ള സഹായങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ഈ കുതിരകളെ വീണ്ടും കൊണ്ടുവരാതിരിക്കുവാനും അതുപോലെ കഴിവില്ലാത്ത കുതിരയൊക്കെ ഒഴിവാക്കുവാനും വേണ്ടി ടാഗ് സിസ്റ്റം, ബ്രാൻഡിങ് സിസ്റ്റം അലാവുദ്ദീൻ ഖൽജി അവതരിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 31ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇത് നെക്സ്റ്റ് ചാപ്റ്റർ 23, 32ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പൂരിപ്പിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മുഗൾ എംപയർ ഡിക്ലൈൻ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡാഷ് സെഞ്ചുറി. ഡാഷ് നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചത്. ആൻസർ വരുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ ഡാഷ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റിലെ മെയിൻലി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മോണോപോളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഡാഷ് ബ്രിട്ടീഷ് താൽപ്പര്യങ്ങൾ പ്രധാനമായും ഇന്ത്യയുമായുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തകയിലായിരുന്നു.
അവിടുത്തെ വർഷം കാലഘട്ടം എഴുതാനാണ്, വർഷം എഴുതാനാണ്. 1813 ആൻസർ. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രിട്ടീഷ് എക്കണോമി ആൻഡ് സൊസൈറ്റി വർ ഗോയിങ് ത്രൂ എ മേജർ ട്രാൻസ്ഫോർമേഷൻ കോസ്ഡ് മെയിൻലി ബൈ ദ ഡാഷ് റവല്യൂഷൻ. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയും സമൂഹവും ഒരു പ്രധാന പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രധാനമായും ഡാഷ് വിപ്ലവം മൂലമാണ് ഇത് സംഭവിച്ചത്. ആൻസർ വരുന്നത് ഇൻഡസ്ട്രിയൽ, വ്യാവസായിക വിപ്ലവം. നെക്സ്റ്റ് ഫോർത്ത് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് ലേ ഇൻ യൂസിങ് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ദെയർ ഡാഷ് ഗുഡ്സ്. ബ്രിട്ടീഷ് വ്യവസായിയുടെ താൽപ്പര്യങ്ങൾ ഇന്ത്യയെ അവരുടെ സാധനങ്ങളുടെ വിപണിയായി ഉപയോഗിക്കുന്നതിലായിരുന്നു. അതായത് മാനുഫാക്ചറിങ് ഗുഡ്സ്. ആൻസർ വരുന്നത് മാനുഫാക്ചറിങ് ഗുഡ്സ്. അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വിപണിയായിട്ടാണ് അവർ ഇന്ത്യയെ കണ്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ബൈ ഡാഷ് പേർഷ്യൻ റിമൈൻഡ് ദ ഒഫീഷ്യൽ സിമ്പിൾ ഓഫ് ദ മുഗൾ ഡിനസ്റ്റി. ഡാഷ് പേർഷ്യൻ ഭാഷ മുഗൾ രാജവംശത്തിലെ ഔദ്യോഗിക ചിഹ്നമായി തുടർന്നു. വർഷം എഴുതി കൊടുക്കാനാണ്. വർഷം 1835. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ വിസിബിൾ ഇൻ ദ ക്യാപിറ്റൽ സിറ്റി സേ ഇൻ ബോംബെ വാസ് എക്സാക്ട്ലി ദ പ്രൊവിൻഷ്യൽ ടൗൺ ലേക്ക്ഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡാഷ് സെഞ്ചുറി. തലസ്ഥാന നഗരത്തിൽ, ഉദാഹരണത്തിൽ ബോംബെയിൽ ദൃശ്യമായത് ഡാഷ് നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പ്രവിശ്യ പട്ടണത്തിന് ഇല്ലാതിരുന്നതായിരുന്നു. ഇത് ഏത് നൂറ്റാണ്ടാണ്? ആൻസർ വരുന്നത് 19-ാം നൂറ്റാണ്ടാണ്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ജെയിംസ് മിൽ ബിക്കം എ സീനിയർ കമ്പനി ഒഫീഷ്യൽ ഇൻ ഡാഷ് ആഫ്റ്റർ റൈറ്റിംഗ് എ മൊണോമെന്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു സ്മാരക ചരിത്രം എഴുതിയതിന് ശേഷം ജെയിംസ് മിൽ ഡാഷ് വർഷത്തിൽ ഒരു മുതിർന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി. ആൻസർ വരുന്നത് 1819. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. സർ വില്യം ജോൺസ് ഹാഡ് ട്രാൻസ്ലേറ്റഡ് എ ഗ്രേറ്റ് മാസ് ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആൻഡ് ഹാഡ് ഫൗണ്ടഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഇൻ ഡാഷ്. സർ വില്യം ജോൺസ് ധാരാളം സംസ്കൃത സാഹിത്യങ്ങൾ വിവർത്തനം ചെയ്യുകയും ഏഷ്യാറ്റിക് സമൂഹത്തെ സ്ഥാപിക്കുകയും ചെയ്തു. ആ വർഷം ഏതാണ്? 1785. നെക്സ്റ്റ് വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഓൾ ഹൈ ലെവൽ പോസ്റ്റ് വർ റിസർവ്ഡ് ഫോർ ദ ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻസ് വർ ഡാഷ്. എല്ലാ ഉന്നതതല തസ്തികകളും ബ്രിട്ടീഷുകാർക്ക് നൽകുകയും ഇന്ത്യക്കാർക്ക് വേണ്ടി ഡാഷ് സംവരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കാർക്കു വേണ്ടി സംവരണം ചെയ്ത, അതായത് ഇന്ത്യാസിനെ എക്സ്ക്ലൂഡഡ്, ഇന്ത്യക്കാരെ ആ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? യെസ്, ദ സിവിൽ സർവീസ് വാസ് അൾട്ടിമേറ്റ്ലി സബ്ജക്റ്റഡ് ടു ദ കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് ദ ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ വാസ് സബ്ജക്റ്റ് ടു ക്ലോസ് മ്യൂച്വൽ സർവേലൻസ്. ദ അഡ്മിനിസ്ട്രേഷൻ വാസ് ഡാഷ്. സിവിൽ സർവീസ് ആത്യന്തികമായി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് വിധേയമായതിനാലും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സമൂഹം പരസ്പര നിരീക്ഷണത്തിന് വിധേയമായതിനാലും ഭരണം ഡാഷ് ആയിരുന്നു. അതായത് അത് ബ്രിട്ടീഷ്, ഒന്നാമത്തെ ഡാഷിൻ്റെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്നാണ് വരിക. ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി ഭരണം കമ്പനിയിൽ നിന്നും നഷ്ടപ്പെട്ടതോടുകൂടെ അതെന്തായി മാറി? നോൺ കറപ്റ്റ്, അഴിമതി രഹിതമായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ഡാഷിൻ്റെ അവിടെ നോൺ കറപ്റ്റ് എന്നാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രിട്ടീഷ് 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 11-ാമത്തെ ക്വസ്റ്റ്യൻ.
The British army was very much dash than those of Mughal India, but had better training and dash. ബ്രിട്ടീഷ് സൈന്യം മുഗൾ ഇന്ത്യയേക്കാൾ വളരെ കൂടുതലായിരുന്നു, പക്ഷേ മികച്ച പരിശീലനവും. ഡാഷ് അതായത് ഒന്നാമത്തെ ഡാഷിൻ്റെ അവിടെ വെരി മച്ച് സ്മോളർ, ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ബ്രിട്ടീഷ് സൈന്യം സ്മോൾ ആയിരുന്നു, ചെറിയ വിഭാഗമായിരുന്നു, പക്ഷേ അവരുടെ എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ വളരെ കൂടുതലായിരുന്നു. മാത്രമല്ല ഇനി എക്യുപ്മെൻറ്റ്സിന് പുറമെ ചിലപ്പം എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പരിശീലനം ലഭിച്ച ആളുകളാണ്, എക്സ്പേർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ എന്ത് ചെയ്യാം, ഈ ഡാഷ് പോലെ ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണം ഓർത്ത് വെക്കുക. ഒന്നാമത്തത് സ്മോളർ, ചെറിയ വിഭാഗമായിരുന്നു, അതുപോലെ എക്യുപ്മെൻറ്റ്സ്, അവരുടെ ഉപകരണങ്ങൾ മികച്ചതുമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടുക്ക് ഓവർ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഡാഷ്. നേരിട്ടുള്ള ഉത്തരവാദിത്തം, അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഏറ്റുപിടിച്ചത്, അതായത് ക്രൗൺ, അവിടുത്തെ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ഡിസ്ബാൻഡഡ്, അതായത് ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുകയും ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് നടത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വാക്കുകളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ പൊളിറ്റിക്കൽ വാക്കം ക്രിയേറ്റഡ് ബൈ ദ ഡിക്ലൈൻ ഓഫ് ദ മുഗൾ എംപയർ വാസ് ഫിൽഡ് ബൈ ദ റൈസ് ഓഫ് വിച്ച് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യത ഏത് തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ഉദയത്തിലൂടെയാണ് നൽകിയത്? റീജിയണൽ സ്റ്റേറ്റ്. ആൻസർ വരുന്നത് റീജിയണൽ സ്റ്റേറ്റ്, പ്രാദേശിക സംസ്ഥാനങ്ങളുടെ ഉയർച്ചക്കത് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ മീനിങ് ഓഫ് ദ കൊളോണിയൽ സ്റ്റേറ്റ്? കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാന അർത്ഥം എന്താണ്? ദ അസംഷൻ ഓഫ് സോവറിനിറ്റി ഓഫ് എ കൺട്രി ബൈ എ ഫോറിൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റി. ഒരു വിദേശ രാഷ്ട്രീയ സ്ഥാപനം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൊളോണിയലിൻ്റെ അടിസ്ഥാന തത്വം. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരം മറ്റൊരു രാഷ്ട്രം ഏറ്റെടുക്കുക. ഉദാഹരണത്തിന് ഇന്ത്യയുടെ പരമാധികാരം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സെൻട്രൽ ആൻഡ് റിജിഡ് ഐഡിയ ഓൺ വിച്ച് ദ കൊളോണിയൽ സ്റ്റേറ്റ് ബേസ്ഡ് ഇറ്റ്സ് മാസീവ് കോൺസെപ്റ്റ് ഓഫ് ടെറിട്ടറിയൽ സോവറിനിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഭൂപ്രദേശ പരമാധികാരം എന്ന ബൃഹത്തായ സങ്കല്പത്തെ കൊളോണിയൽ രാഷ്ട്രം അടിസ്ഥാനമാക്കിയ കേന്ദ്രീകൃതവും കർക്കശവുമായ ആശയം എന്തായിരുന്നു? ആൻസർ നാഷൻ, രാഷ്ട്രം എന്നുള്ളതായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടൻ ഹാഡ് ദ ഡ്യൂട്ടി ടു സപ്ലൈ ഗുഡ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ വാട്ട് പ്രിൻസിപ്പിൾ? ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടന് നല്ല ഭരണകൂടം നൽകേണ്ട കടമ ഉണ്ടായിരുന്നത്? ആൻസർ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് വർ ദ ടു മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1813? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് 1813 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്തായിരുന്നു? ഒന്നാമത്തത് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മോണോപോളി ഓഫ് ട്രേഡ്, അതായത് നികുതി വ്യാപാരത്തിലും സാമ്പത്തിക നിയന്ത്രണത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു കുത്തക ഉണ്ടായിരുന്നു. കൺട്രോൾ ഓവർ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ത്രൂ ടാക്സാക്ഷൻ. ഒരു മോണോപോളി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപോളിയാണ്. എന്തിലൊക്കെ? ട്രേഡ്, കച്ചവടത്തിലുണ്ട്. അതുപോലെ തന്നെ നികുതിയിലൂടെ വ്യാപാരത്തിലും സാമ്പത്തിക സ്രോതസ്സുകളുടെ മേലുള്ള നിയന്ത്രണത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തകയാണ്
പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മേജർ ഇവന്റ് ഇൻ ബ്രിട്ടൻ കോസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സെനറി ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആഫ്റ്റർ 1813? 1813 ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യമായ പരിവർത്തനത്തിന് കാരണമായ ബ്രിട്ടനിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? ആൻസർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ 1830 ദ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ നോ ലോങ്ങർ റെപ്രസെൻറ്റഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ബട്ട് ഓഫ് വിച്ച് ക്ലാസ്? 1813 ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങൾ കമ്പനിയുടെ താൽപ്പര്യങ്ങളെയല്ല, മറിച്ച് ഏത് വർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആരുടേതാണ്? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, വ്യാവസായിക മുതലാളിത്ത വർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെയാണ് ബ്രിട്ടീഷ് കമ്പനി മുന്നോട്ട് വച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ 2 ന്യൂ റോൾസ് ഇന്ത്യ വാസ് എക്സ്പെക്റ്റഡ് ടു പ്ലേ ആഫ്റ്റർ 1830 ടു സൂട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ്? ബ്രിട്ടീഷ് വ്യവസായങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ 1813 ശേഷം ഇന്ത്യ വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 2 പുതിയ റോളുകൾ എന്തായിരുന്നു? അതിൻ്റെ ആൻസർ വരുന്നത് എ മാർക്കറ്റ് ഫോർ ദെയർ മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആൻഡ് എ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ. അതായത് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു വിപണി ആയിട്ട് അവർ ഇന്ത്യയെ കണക്കാക്കി. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായിട്ടും ഇന്ത്യയെ കണക്കാക്കിയിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ബിസൈഡ്സ് ബീങ് എ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് എ മാർക്കറ്റ്, വാട്ട് അതർ ഫാക്ടർ മേഡ് കൺട്രോൾ ഓഫ് ഇന്ത്യ എ കീ എലമെന്റ് ഇൻ ദ വേൾഡ് പവർ സ്ട്രക്ചർ ഫോർ ബ്രിട്ടീഷ്? അസംസ്കൃത വസ്തുക്കളുടെയും വിപണിയുടെയും ഉറവിടമാകുന്നതിനു പുറമെ ഇന്ത്യയുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് ലോകശക്തി ഘടനയിൽ ഒരു പ്രധാന മാറ്റിയ മറ്റൊരു ഘടകം എന്തായിരുന്നു? അതിൽ ഒന്നാമത്തത് ജോഗ്രഫി, ഇന്ത്യയുടെ അതായത് അവരുടെ സാമ്രാജ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യം, അതിൻ്റെ ഭൂമിശാസ്ത്രം. പിന്നെ ലോജിസ്റ്റിക്, ഉൽപ്പന്നങ്ങൾ. പിന്നെ അതുപോലെ മിലിറ്ററി മാൻ പവർ. ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലോകശക്തിയിലേക്ക് ഉയരുവാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ മെൻഷൻ ഇൻ ദ ടെക്സ്റ്റ് ദാറ്റ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് നീഡഡ് ഫോർ ദർ ഇൻഡസ്ട്രീസ്? ബ്രിട്ടീഷ് വ്യാവസായികൾക്ക് അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടം എന്തായിരുന്നു? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. അതായത് ഒന്നാമത്തത് ജൂട്ട്, ചണം. പിന്നെ രണ്ടാമത്തത് കോട്ടൺ, പരുത്തി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളായിട്ട് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രിട്ടീഷ് റെഫ്യൂസ്ഡ് ടു ഡു ഓൾമോസ്റ്റ് എനിത്തിങ് ടു ഫർദർ വിച്ച് ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏത് മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്? അതായത് ആൻസർ വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസമാണ്. നെക്സ്റ്റ് വരുന്നത് 24. ദ ന്യൂ നേഷൻ ഓഫ് ഇന്ത്യ ഇറ്റ്സ് ഗവൺമെൻറ് ആഫ്റ്റർ 1947 ഓൺ വാട്ട് ഫൗണ്ടേഷൻ? 1947 ശേഷം ഇന്ത്യ എന്ന പുതിയ രാഷ്ട്രം ഏത് അടിത്തറയിലാണ് അതിൻ്റെ ഗവൺമെൻറ് രൂപീകരിച്ചത്? ആൻസർ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഹെറിറ്റഡ് ഫ്രം ദ കൊളോണിയൽ ഗവൺമെൻറ്, കൊളോണിയൽ സർക്കാരിൽ നിന്ന് പാരമ്പര്യമായിട്ട് ലഭിച്ച സ്ഥാപനങ്ങൾ, അവയാണ് പിന്നീട് അങ്ങനെ ഗവൺമെൻറ്
സ്ഥാപനമായിട്ട് കൊണ്ടുപോയിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 25 25ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടിൽ വിച്ച് ഇയർ ഡിഡ് ദ ഹയസ്റ്റ് ഗൺ സല്യൂട്ട് റിമെയിൻ റിസർവ്ഡ് ഫോർ ദ മുഗൾ ഡൈനസ്റ്റി? മുഗൾ രാജവംശത്തിന് ഏറ്റവും ഉയർന്ന തോക്ക് സല്യൂട്ട് ഏത് വർഷം വരെ ആണ് ഉണ്ടായിരുന്നത്, അതിനുശേഷം മാറ്റിവെച്ചത്? 1837. 1837 ശേഷം ആ ഒരു തോക്ക് സല്യൂട്ട്, ഗൺ സല്യൂട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 26 26ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സിംബോളിക് ആക്ട് സിഗ്നിഫിക്കൻറ്റ് that the British East India Company had captured the sovereignty of India? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ പരമാധികാരം പിടിച്ചെടുത്തു എന്നതിൻ്റെ പ്രതീകാത്മകമായ പ്രവൃത്തി എന്തായിരുന്നു? അതിൻ്റെ ആൻസർ വരുന്നത് വിഡ്രോവൽ ഓഫ് സിംബിൾ ഓഫ് സോവറിറ്റി ലൈക്ക് റിമൂവിങ് ദ മുഗൾ എംപയേഴ്സ് നെയിം ഫ്രം കോയിൻസ്. മുഗൾ ചക്രവർത്തിയുടെ പേര് നാണയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക, അതുപോലെ പരമാധികാരത്തിൻ്റെ ചിഹ്നങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 27 27ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിസിബിൾ പ്രാക്ടീസ് വാസ് അഡോപ്റ്റഡ് ടു പബ്ലിക്ലി ഇനാക്ട് ഇന്ത്യ സബോർഡിനേഷൻ ടു ബ്രിട്ടീഷ് സോവറിൻ ഇൻ 1877? 1877 ബ്രിട്ടീഷ് പരമാധികാരിക്ക് ഇന്ത്യക്കാർ കീഴ്പ്പെടുന്നത് പരസ്യമായി നടപ്പിലാക്കാൻ എന്ത് ദൃശ്യമായ രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്? അത് ഡൽഹി ദർബാർ ആയിരുന്നു. ആൻസർ ഡൽഹി ദർബാർ. അതായത് അതൊരു ചടങ്ങാണ്, അധികാരത്തിൽ വന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങാണ് ഡൽഹി ദർബാർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 28 28ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഡ്യുവൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേറ്റഡ് ബൈ ക്ലൈവ് ബിഫോർ വാറൻ ഹാസ്റ്റിംഗ് ടുക്ക് ഓവർ ഡയറക്റ്റ് കൺട്രോൾ? വാറൻ ഹാസ്റ്റിംഗ് നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ക്ലൈവ് നടത്തിയിരുന്ന ഇരട്ട ഭരണ സംവിധാനം എന്തായിരുന്നു? അത് കമ്പനി പവർ ആൻഡ് പാപ്പറ്റ് നവാബ്. അതായത് കമ്പനിയുടെ അധികാരം ഏറ്റെടുത്തിരുന്നു, അതുപോലെ പാവ നവാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാവ സർക്കാർ എന്ന് പറഞ്ഞാലോ, അതുപോലെ പാവ നവാബ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയ നവാബിന്, അതായത് ഈ ബ്രിട്ടീഷ് അധികാരിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ മാത്രം കേട്ടുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു പേരിന് നവാബായിട്ടിരിക്കുന്ന ആളെയാണ് പാവ നവാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 29 29ാമത്തെ ക്വസ്റ്റ്യൻ. The administration of East India Company was strongly influenced by the radicalism of which thinker whose ideas were prominent of official like James Mill? ജെയിംസ് മിൽ പോലുള്ള ഉദ്യോഗസ്ഥരിൽ പ്രമുഖമായ ആശയങ്ങൾ പ്രകടിപ്പിച്ച ചിന്തകനായ ആരുടെ തീവ്രവാദമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ ശക്തമായി സ്വാധീനിച്ചത്? അതിൻ്റെ ആൻസർ വരുന്നത് ജെറമി ബന്ത. ആൻസർ ജെറമി ബന്താമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തത്വം അറിയപ്പെട്ടിരുന്നത് യൂട്ടിലിറ്റേറിയനിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ഹു റോട്ട് എ മോണമെന്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഷോയിങ് എ സ്ട്രോങ് contempt from India institution and later became the chief executive officer of East India Company? ഇന്ത്യൻ സ്ഥാപനങ്ങളോട് കടുത്ത അവജ്ഞ പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു സ്മാരക ചരിത്രം എഴുതിയതും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയതും ആരാണ്? ആൻസർ ജെയിംസ് മില്ലാണ്. നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. ലെസ് ദാൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്പെൻഡിങ് വാസ് അലോക്കേറ്റഡ് ഫോർ അഗ്രികൾച്ചർ? കൃഷിക്കായി എത്ര ശതമാനത്തിൽ താഴെയാണ് ചെലവഴിച്ചത്? ആൻസർ 3%, 3% താഴെ. ഇനി നെക്സ്റ്റ് 32ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ
കോർട്ട് ലാംഗ്വേജ് ഓഫ് മുഗൾസ് ബിഫോർ ദ ബ്രിട്ടീഷ് ടുക്ക് ഓവർ. ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മുഗളന്മാരുടെ കോടതി ഭാഷ, ഭരണഭാഷ അതേതായിരുന്നു? പേർഷ്യൻ ഭാഷയായിരുന്നു. ആൻസർ പേർഷ്യൻ ഭാഷ. നെക്സ്റ്റ് വരുന്നത് 33 ക്വസ്റ്റ്യൻ. ഹൂ ക്രിയേറ്റഡ് എ പ്രൊഫഷണൽ കേഡ് ഓഫ് ബ്രിട്ടീഷ് കമ്പനി? ബ്രിട്ടീഷ് കമ്പനിയുടെ പ്രൊഫഷണൽ കേഡർ ഉണ്ടാക്കിയത് ആരാണ്? ആൻസർ കോൺവാലിസ് പ്രഭുവാണ്. നെക്സ്റ്റ് വരുന്നത് 34 ക്വസ്റ്റ്യൻ. ദ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ സിസ്റ്റം വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മോഡൽ ഓഫ് വിച്ച് കൺട്രി? വിച്ച് എംഫസൈസ്ഡ് ക്ലാസിക്കൽ ലേണിംഗ്? ക്ലാസിക്കൽ പഠനത്തിന് പ്രാധാന്യം നൽകി ഏത് രാജ്യത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷാ സമ്പ്രദായത്തെ സ്വാധീനിച്ചത്? ആൻസർ ചൈന. ഇനി നെക്സ്റ്റ് വരുന്നത് 35 ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദ mutiny of 1857, the size of the British contingent in the army was raised to what fraction of the total strength? 1857 കലാപത്തിന് ശേഷം സൈന്യത്തിലെ ബ്രിട്ടീഷ് സംഘത്തിന്റെ എണ്ണം മൊത്തം അംഗബലത്തിന്റെ എത്ര ശതമാനമായി ഉയർത്തി? 1/3, 1/3 ഉയർത്തിയത്. നെക്സ്റ്റ് വരുന്നത് 36 ക്വസ്റ്റ്യൻ. ദ ന്യൂ penal code introduced in 1861 helped inculcate ideas of equality by making a Brahmin and Shudra liable to the same punishment for the same offense, establishing the norm of what? 1861 അവതരിപ്പിച്ച പുതിയ ശിക്ഷാ നിയമപ്രകാരം ബ്രാഹ്മണന്മാരെയും ശൂദ്രരെയും ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിലൂടെ തുല്യതയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടു എന്തിൻ്റെ മാനദണ്ഡമാണ് ഇത് സ്ഥാപിച്ചത്? അതിൻ്റെ ആൻസർ വരുന്നത് റൂൾ ഓഫ് ലോ ആൻഡ് ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ നിയമവാഴ്ചയും നിയമത്തിന് മുന്നിലുള്ള തുല്യതയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൊണ്ടുവന്നത്. നെക്സ്റ്റ് വരുന്നത് 37 ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദ mutiny of 1857 the crown took over direct responsibility and which organization was disbanded? 1857 കലാപത്തിന് ശേഷം കിരീടം നേരിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതായത് ആ ഭരണാധികാരം ഏറ്റെടുത്തത് ആരാണ്? അതായത് രാജ്ഞി ഭരണം ഏറ്റെടുത്തല്ലോ. ഏത് സംഘടനയാണ് പിരിച്ചുവിട്ടത്? ഏത് സംഘമാണ് പിരിച്ചുവിട്ടത്? ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുകയും ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. വർഷം 1857 കലാപത്തിന് ശേഷമാണ് ഇതുണ്ടായത്. നെക്സ്റ്റ് വരുന്നത് 38. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1947 വാസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ വാസ് ഇല്ലിറ്ററേറ്റ്? 1947 സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ജനസംഖ്യയുടെ എത്ര ശതമാനം പേർ നിരക്ഷരരായിരുന്നു? 88% ആളുകളും നിരക്ഷരരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 6th മൊഡ്യൂളിൽ, 6th എ മൊഡ്യൂൾ എ പാർട്ടിൽ വരുന്നത്. മറ്റുള്ള MCQ ക്വസ്റ്റ്യൻസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. എക്സാമിന് നല്ല മാർക്ക് മേടിക്കുവാൻ ശ്രമിക്കണം. ഇനി ഇതിൻ്റെ 6th മൊഡ്യൂളിൻ്റെ ബി ഓപ്ഷന് ആയിട്ട് മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.